You cannot say you are born again and be cold. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണെന്ന് പറയുകയും നിങ്ങൾക്ക് തണുത്തിരിക്കുകയും ചെയ്യുവാൻ കഴിയില്ല. If you cannot say you are a new creation and be cold. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുകയും നിങ്ങൾക്ക് തണുത്തിരിക്കുകയും ചെയ്യുവാൻ കഴിയില്ല. That is why അതുകൊണ്ടാണ് the Holy Spirit is recorded in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. You are neither hot nor cold. നിങ്ങൾ ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കണം അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. You cannot be lukewarm. നിങ്ങൾക്ക് ശീതോഷ്ണവാനാകുവാൻ കഴിയില്ല. You are either hot ഒന്നുകിൽ നിങ്ങൾ ഉഷ്ണവാനാണ് or you are cold. അല്ലെങ്കിൽ നിങ്ങൾ ശീതവാനാണ്. Hallelujah. Hallelujah. If you want to drink a cup of tea, നിങ്ങൾക്ക് ഒരു കപ്പ് ചായ കുടിക്കണമെങ്കിൽ you won't make it in cold water, you will use a hot water. നിങ്ങൾ ഒരു പച്ച വെള്ളത്തിലല്ല അത് ഉണ്ടാക്കുന്നത്, അത് ചൂടുവെള്ളത്തിലാണ് നമ്മൾ The ഉണ്ടാക്കുന്നത്. same way, അതുപോലെ തന്നെ when you are hot, നിങ്ങൾ ചൂടായിരിക്കുമ്പോൾ God will say, come, ദൈവം പറയും വരിക, I want to use you till the ends of the earth. ലോകത്തിന്റെ അറ്റത്തോളം എനിക്ക് നിന്നെ ഉപയോഗിക്കും. When you are hot for Jesus, നിങ്ങൾ കർത്താവിന് വേണ്ടി you will ഉഷ്ണവാനായിരിക്കുമ്പോൾ be used even mightier. നിങ്ങൾ അധികം ശക്തിയോടെ ഉപയോഗിക്കപ്പെടാൻ പോകും. Hallelujah. ഹല്ലേലൂയ.